അയ്യപ്പ സംഗമത്തിലെ ധൂർത്തിലും കണക്കിലെ പൊരുത്തക്കേടിലും വിശദീകരണവുമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. മുഖ്യമന്ത്രിക്കായി കട്ടിൽ വാങ്ങിയിട്ടില്ല. നന്ദഗോവിന്ദം ഭജൻസിന്റെ പേരിൽ പരാമർശിച്ചത് പിശക്. ഹൈക്കോടതിയിൽ സമർപ്പിച്ച സ്റ്റേറ്റ്മെന്റിൽ പിഴവ് പറ്റിയെന്നും വിശദീകരണം. മാണി ഗ്രൂപ്പിലെ തർക്കത്തിൽ സമവായ നീക്കം. റോഷി അഗസ്റ്റിൻ സഹോദര തുല്യനെന്ന് ജോസ് കെ മാണി. റോഷി പറഞ്ഞതിൽ തെറ്റില്ല. നേതാക്കളുടെ പ്രസ്താവനയിൽ പാർട്ടിയിൽ കടുത്ത ആശയക്കുഴപ്പം. റോഷി അഗസ്റ്റിനെതിരെ പരസ്യ നീക്കവുമായി സംസ്ഥാന കമ്മിറ്റി അംഗം. കേരള കോൺഗ്രസിലെ സാഹചര്യങ്ങളെ ശ്രദ്ധയോടെ നിരീക്ഷിച്ച UDF. ആലിൻ ഷെറിൻ എബ്രഹാമിന് വിട. സംസ്ഥാനത്തെ പ്രായം കുറഞ്ഞ അവയവദാതാവിന് യാത്രാമൊഴി നൽകാനൊരുങ്ങി നാട്. നാളെ മല്ലപ്പള്ളിയിൽ സംസ്കാര ചടങ്ങുകൾ നടക്കും. രാഹുൽ മാങ്കൂട്ടത്തിന് കൂടുതൽ കുരുക്ക്. മൂന്നാം ലൈംഗിക പീഡന കേസിൽ മജിസ്ട്രേറ്റിന് രഹസ്യമൊഴി നൽകി പരാതിക്കാരി. തിരുവല്ല മജിസ്ട്രേറ്റ് വിദേശത്തുള്ള യുവതിയുടെ മൊഴിയെടുത്തത് വീഡിയോ കോൺഫറൻസ് വഴി. എളമക്കര കൊലപാതക കേസിൽ ഞെട്ടിക്കുന്ന കണ്ടെത്തൽ. പിതാവ് കൊലപ്പെടുത്തിയ പെൺകുട്ടി പലതവണ പീഡനത്തിനിരയായിരുന്നുവെന്ന് കണ്ടെത്തൽ. മരണത്തിന് മണിക്കൂറുകൾക്ക് മുൻപും പീഡനം നടന്നുവെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. തിരുവനന്തപുരത്ത് നഗരസഭാ ജീവനക്കാർ ചമഞ്ഞ ഫ്ളാറ്റിലെത്തി വൻ മോഷണം. 4 അംഗ സംഘം വയോധികയുടെ 11 ലക്ഷം രൂപയുടെ സ്വർണം കവർന്നു. പാങ്ങോട് മിലിറ്ററി ക്യാമ്പിൽ നിന്ന് ആനക്കൊമ്പ് കവർന്നത് ക്യാമ്പിനുള്ളിലെ ജീവനക്കാരൻ തന്നെ. ആക്ഷൻ ഹീറോ ബിജു 2 തർക്കത്തിൽ ഹൈക്കോടതി ഇടപെടൽ. നിവിൻ പോളിയും നിർമ്മാതാവ് PS ഷംനാസും തമ്മിലുള്ള തർക്കം സമവായത്തിലൂടെ പരിഹരിക്കണം. സമവായ നീക്കം നടക്കുക. നിർമ്മാതാവിന്റെ അനുമതിയില്ലാതെ വിദേശ വിതരണാവകാശം നൽകിയെന്ന പരാതി. വേനലെത്തുന്നതിന് മുൻപേ സംസ്ഥാനം ചുട്ടുപൊള്ളുന്നു. പകൽ ചൂട് ആശങ്കപ്പെടുത്തുന്ന നിലയിൽ. ചൂട് ഏറ്റവും കൂടുതൽ വയനാട്, ഇടുക്കി, പത്തനംതിട്ട ജില്ലകളിൽ. തീവ്ര വോട്ടർ പട്ടികയിലെ ഹിയറിംഗ് സമയം ഇന്ന് അവസാനിക്കും. 39,297 പേർ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്ത്. അന്തിമ പട്ടിക 21-ന്. സമസ്തയിൽ ഐക്യപ്രഖ്യാപനം ഉണ്ടാകുമോ എന്ന് ഇന്നറിയാം. നിർണായക പ്രഖ്യാപനം നടത്താൻ AP അബൂബക്കർ മുസ്ലിയാർ. സമസ്ത AP വിഭാഗം സമ്മേളനം കോട്ടക്കലിൽ. എയർ ഇന്ത്യക്ക് പിഴയിട്ട് വ്യോമയാന മന്ത്രാലയം. യാത്രക്കാരുടെ സുരക്ഷയിൽ ഗുരുതര വീഴ്ച വരുത്തിയതിന് 1 കോടി പിഴ. ഗുരുതരമായ നിയമലംഘനമെന്ന് ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ. ഇറാന് വീണ്ടും യുദ്ധഭീഷണി ഉയർത്തി അമേരിക്ക. 2ാം പടക്കപ്പൽ പശ്ചിമേഷ്യയിലേക്ക് അയച്ചു. നയതന്ത്ര നീക്കം ഫലം കണ്ടില്ലെങ്കിൽ സൈനിക നടപടിയെന്ന് ആവർത്തിച്ച് ട്രംപ്.